ഗെറ്റ് ടുഗദറുകൾ ഒത്തിരി കൂടാറുണ്ടെങ്കിലും ഇങ്ങനെ ഒരു ഗെറ്റ് ടുഗദർ അപൂർവമായിരിക്കുമേ. എൻ്റെ പപ്പായ്ക്ക് 10 സഹോദരങ്ങളാണ് ഉള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ട് വീടിൻ്റെ അടുത്തടുത്തായിട്ടാണല്ലോ അവർ താമസിക്കുന്നത്. അപ്പോൾ അവരുടെ മക്കളും ഞങ്ങളുമൊക്കെ ചെറുപ്പം മുതലേ ഒരേ വീട് പോലെ കഴിഞ്ഞ് മണ്ണപ്പം ചുട്ടും കണ്ണു പൊത്തി കളിച്ചുമൊക്കെ നടന്നിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. വിവാഹം എന്ന മഹാസംഭവത്തോടുകൂടി എല്ലാവരും പല വഴിക്കായി. പിന്നെ വാട്സപ്പായിരുന്നു ഏകൊരാശ്രയം. ഗൾഫുകാരൊക്കെ നാട്ടിൽ വന്നപ്പോൾ എല്ലാവർക്കും ഒന്ന് കൂടാമെന്ന ധാരണയായി. എല്ലാവരും ഒന്നും ഇല്ല കേട്ടോ, ഞങ്ങളുടെ വൈബിന് പറ്റിയ കുറച്ച് ആൾക്കാരേ ഉള്ളേ. എല്ലാവരെയും കൂട്ടണമെങ്കിൽ ഒരു വന്ദേ ഭാരത് ട്രെയിൻ വിളിച്ചാൽ പോലും കൊള്ളില്ല. ഈ വീഡിയോ കാണുന്ന മറ്റ് കസിൻസൊക്കെ എന്ത് പറയുമോ ആവോ. എത്ര സംസാരിച്ചാലും തീരില്ല, അത്രയും വിശേഷങ്ങളാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഏകദേശം എല്ലാവരും വന്നതോടുകൂടി കാര്യങ്ങളിലേക്ക് കിടക്കാമെന്നായി. എന്ത് കാര്യം ചെയ്യുന്നതിന് മുന്നേ പ്രാർത്ഥനയോടെ തുടങ്ങണമെന്നാണല്ലോ. ഒട്ടും കുറയ്ക്കണ്ട, രംഗപൂജയോടെ തുടങ്ങണമെന്നായി കൂട്ടത്തിലെ തലമൂത്തയാൾ. ഇതെന്ത് മാർഗം കളിയോ? രംഗപൂജയിലാണ് തുടങ്ങിയത്, അവസാനം മാർഗം കളിയിലെത്തി. മാർഗം കളിയെങ്കിൽ മാർഗം കളി അല്ല പിന്നെ. ക്ഷീണിച്ചപ്പോൾ ഓരോ ഫ്രൂട്ടി കഴിച്ചേ. ഇതാവും പഞ്ചസാര കലക്കുമോ നാരങ്ങ പിഴിഞ്ഞോ സമയം കളയണ്ടല്ലോ, പെട്ടെന്ന് പരിപാടി കഴിയും. ആ ഗ്യാപ്പിൽ ഞാൻ യൂട്യൂബ് എന്ന ടോപ്പിക് എടുത്തിട്ട് അപ്പോൾ അവർക്കൊരാഗ്രഹം, എങ്ങനെയാണ് റീൽസ് ചെയ്യുന്നത്, ഞങ്ങളെ കൂടെ റീൽസിൽ കൂട്ടുകൂടിയെന്ന്. കേൾക്കേണ്ട താമസം, ഞാൻ വെറുതെ വിടുവോ? അവരെ കൂട്ടി കുറേ റീൽസ് എടുത്തു കേട്ടോ. കൂട്ടത്തിൽ നല്ല റീൽസും ചീറ്റിപ്പോയ റീൽസൊക്കെ ഉണ്ടായിരുന്നേ. പിന്നെ ഞങ്ങളുടെ തലമുറയിലെ ഏറ്റവും ഇളയ കണ്ണിയായ റോസ്മിയുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആയിരുന്നു അന്ന് തന്നെ. അപ്പോൾ കേക്കൊക്കെ മുറിച്ച് അതും ആഘോഷിച്ചു. പിന്നെ കുറച്ച് ശുദ്ധമായി ശ്വസിക്കാമെന്ന് വിചാരിച്ച് പുറത്തിറങ്ങിയേ. റോഡിക്കൂടെ പോകുന്ന ആൾക്കാരൊക്കെ ഞങ്ങളുടെ ഒച്ചപ്പാടും ബഹളവും കേട്ട് ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ അവരാരെയും മൈൻഡാക്കിയില്ല. കൂട്ടത്തിൽ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാമല്ലോ. മമ്മിയുടെ ചെടിത്തോട്ടത്തിലെ പൂക്കളൊക്കെ കണ്ടപ്പോൾ അവർക്ക് വിഷമമാകണ്ടെന്ന് കരുതി ഞാൻ അവരുടെ കൂടെ നിന്ന് ഫോട്ടോയൊക്കെ എടുത്തേ. അപ്പോഴേക്കും പപ്പായുടെയും മമ്മിയുടെയും വിളി വന്നു, മതി പിള്ളേരെ വന്ന് വല്ലതും കഴിക്കുന്നു. പണ്ടും ഇങ്ങനെയായിരുന്നു, ചെറുപ്പത്തിൽ കളിച്ച് മടുത്ത് കഴിയുമ്പോൾ ഓരോ വീട്ടിൽ നിന്നും വിളിക്കും, വാ പിള്ളേരെ വന്ന് വല്ലതും കഴിക്കും. അങ്ങനെ അനുസരണയുള്ള പഴയ കുട്ടികളെ പോലെ. എവിടെ, പണ്ട് അനുസരണയൊന്നും ഇല്ലായിരുന്നു കേട്ടോ, ഇപ്പോഴാണ് അനുസരണ. ഞങ്ങളെല്ലാവരും വന്നിരുന്ന് പൊറോട്ട കഴിച്ചു കേട്ടോ. പൊറോട്ട നമ്മൾ ഹോട്ടലിൽ നിന്ന് വാങ്ങി, ചിക്കൻ കറി നമ്മൾ വീട്ടിലുണ്ടാക്കിയതാണ്. കൂട്ടത്തിൽ സലാഡും ഉണ്ടായിരുന്നു. പൊറോട്ട കഴിച്ചതിന് ക്ഷീണം മാറ്റാനായി 1-2 റീൽസ് എടുത്താലോ എന്നായി ഞാൻ. എന്തിനും കട്ടയ്ക്ക് നിൽക്കുന്ന കുറേ കസിൻസ് കൂടെ ഉള്ളപ്പോൾ ഞാനെന്തിനാ വിഷമിക്കുന്നതല്ലേ. ഐസ്ക്രീമിൻ്റെ പെട്ടി തുറന്നതേ എനിക്ക് ഓർമ്മയുള്ളൂ. ഈ ശർക്കരയിലൊക്കെ ഈച്ച പൊതിയുക എന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടേ ഉള്ളൂ, ഇപ്പോഴാണ് കാണുന്നത്. തിരക്കൊഴിവാക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു കൂട്ടത്തിൽ പ്രായമുള്ളവർ മുതലെടുത്തോളാൻ. പിന്നെ ആ പരിസരത്തങ്ങ് ആരെയും കണ്ടില്ല. പിന്നെ കഴിക്കുക എന്നും പറഞ്ഞ് അങ്ങോട്ട് കൊണ്ടുപോയി നിർബന്ധിച്ച് കൊടുക്കേണ്ട ഒരവസ്ഥയായിപ്പോയി. കുട്ടികളെ നോക്കിക്കേ, ഒരാക്രാന്തവും ഇല്ല അല്ലേ, എന്ത് ഡീസൻ്റാണ്. ഇതാണോ ബൈബിളിൽ പറയുന്നത്, ശിശുക്കളെ പോലെ നിഷ്കളങ്കരായിരിക്കുമെന്ന്? ഏതായാലും ഐസ്ക്രീം കഴിച്ചു കഴിയുന്നത് വരെ വളരെ ശാന്തമായ ഒരു അന്തരീക്ഷമായിരുന്നേ. ഭക്ഷണ കാര്യത്തിൽ ഞങ്ങൾ ഒട്ടും പിന്നിലല്ല എന്ന് ഞങ്ങളുടെ ബോഡി കണ്ടാൽ തന്നെ മനസ്സിലാവുമല്ലോ. ഇനി എന്തെങ്കിലും ബാക്കിയുണ്ടോ എന്ന് ചോദിച്ചപ്പോഴാണ് ഓർത്തത്, പിള്ളേരെ പറ്റിക്കാൻ വേണ്ടി കുറച്ച് കപ്പ ചിപ്സ് വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടെ എടുത്തുകൊണ്ട് വന്ന് നമ്മുടെ അടുക്കള കാലിയാക്കി കേട്ടോ. അങ്ങനെ വാചകം അടിച്ച് സമയം പോയത് അറിഞ്ഞില്ലേ. അവസാനം നന്ദി പറയേണ്ട ചടങ്ങെത്തി. ആ കർത്തവ്യം ഞാൻ ഏറ്റെടുത്തിരിക്കുകയാണ്. കാര്യമായിട്ട് നന്ദി പറയേണ്ടത് നമ്മുടെ ഇന്നത്തെ പ്രോഗ്രാമിൻ്റെ എല്ലാ സ്പോൺസർ, നമ്മുടെ ഇന്ന് വെഡ്ഡിങ് ആനിവേഴ്സറി ആഘോഷിച്ച റോസ്മിയാണ്. അവൾക്ക് ഞങ്ങളുടെ എല്ലാവരുടെയും വക നന്ദി പറഞ്ഞു. പിന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നന്ദി പറഞ്ഞു. ഞങ്ങളെ സഹിച്ച് ഞങ്ങളുടെ പപ്പായ്ക്കും മമ്മിക്കും നന്ദി പറഞ്ഞു. അങ്ങനെ ഞങ്ങളുടെ പരിപാടിയൊക്കെ അവസാനിപ്പിച്ചു ഓരോരുത്തരായി പോകാൻ തുടങ്ങി. ഇതാ ഈ ഇറങ്ങി ഓടുന്ന ആൾക്ക് പരിഹാരത്തിൽ നിന്ന് നൈറ്റ് ഡ്യൂട്ടിക്ക് കയറേണ്ടതാണ്. ഇത് പോസ്റ്റ് വാൻ. ചെന്നിട്ട് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, എന്നാലും പിള്ളേരൊക്കെ നോക്കിയിരിക്കുന്നതുകൊണ്ട് അവരുടെ ചേച്ചി ബിൻസിയും കൂടി പോയി. ഇത് എൻ്റെ അനിയത്തിക്കുട്ടി പ്രസീത, അവളുടെ പിള്ളേരെല്ലാം വെയിറ്റിങ്ങിലാണ്, അവളും പോയി. ഇത് നമ്മുടെ ലാസ്റ്റ് വന്ന ആളാണ് സെമി. ആൾ ഡ്യൂട്ടി എല്ലാം കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും കുറച്ച് ലേറ്റ് ആയാലും വന്നതിൽ വളരെയധികം സന്തോഷം. ഇവിടെ ഒരാൾ ക്യാമറയ്ക്ക് മുഖം തരാതിരിപ്പുണ്ടേ, അങ്ങനെ വിറ്റപ്പെട്ടില്ലല്ലോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.